ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഗോവർദ്ധൻ സമർപ്പിച്ച ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി ജാമ്യം തള്ളിയതിനെതിരെ ആയിരുന്നു ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ധനസുമോദ്, എന്താണ് വിവരങ്ങൾ? നിഷാദ്, രണ്ട് കേസുകളിലാണ് ജാമ്യം ഗോവർദ്ധനൻ അപേക്ഷ നൽകിയിരുന്നത്. അതായത് സ്വർണ്ണപ്പാളികളിൽ നിന്നുള്ള സ്വർണം കടത്തിയ കേസ്, ഇതുകൂടാതെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം കടത്തിയ കേസ്. ഈ രണ്ട് കേസുകളിലും ജാമ്യാപേക്ഷ പ്രത്യേകമാണ് സുപ്രീം കോടതിയിൽ നൽകിയിരുന്നത്. സുപ്രീം കോടതി തുടക്കം മുതൽ തന്നെ ഈ കേസ് പരിഗണിക്കുകയായിരുന്നു. പരിഗണിച്ചതിന് ശേഷം ജസ്റ്റിസ് ദീപാങ്കർ ദത്ത വിലയിരുത്തിയത് ഇതിപ്പോൾ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട കാര്യമില്ല. ഹൈക്കോടതിയുടെ ഈ ജാമ്യാപേക്ഷ തള്ളിയ വിധിയിൽ സുപ്രീം കോടതി ഇടപെടേണ്ട കാര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ രണ്ട് ജാമ്യാപേക്ഷകളും ഗോവർദ്ധൻ്റെത് തള്ളിക്കളഞ്ഞത്. ഗോവർദ്ധൻ്റെ വാദം, താൻ അയ്യപ്പ ഭക്തനാണ്, തനിക്ക് ഒരു കാരണവശാലും ഈ മോഷണവുമായി ബന്ധമില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ അന്വേഷണം പൂർത്തിയാകട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രണ്ട് ജാമ്യാപേക്ഷകളും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.